ആഗോള കാലാവസ്ഥാ പ്രതിഭാസമായ എൽ നിനോ ഇന്ത്യൻ കാർഷിക മേഖലയിൽ കഠിനമായി ആഘാതമുണ്ടാക്കുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പ്. യുഎന്നിന്റെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ അപകട സാധ്യതയുള്ള റെഡ് മാപ്പ് തയ്യാറാക്കി അടിയന്തര മുന്നൊരുക്കങ്ങൾ നടത്താൻ രാജ്യങ്ങൾക്ക് നിർദ്ദേശം നൽകി. ഇത്തവണ അതിശക്തമായ എൽ നിനോ പ്രതിഭാസത്തിനാണ് സാധ്യതയെന്ന് വേൾഡ് മീറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷനും പ്രവചിച്ചിട്ടുണ്ട്. കഠിനമായ വരൾച്ച, മൺസൂൺ മഴയിലെ വൻകുറവ്, അപ്രതീക്ഷിതമായ അതിതീവ്ര മഴ എന്നിവ ഇതിന്റെ ഭാഗമായി ഉണ്ടാകാം. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ കണക്കുപ്രകാരം ഇന്ത്യയിലെ 111 ജില്ലകൾ കടുത്ത അപകട സാധ്യതാ പട്ടികയിലാണ്. ഖാരിഫ് വിളകളുടെ ഉൽപാദനത്തിൽ 12% വരെ ഇടിവുണ്ടായേക്കാമെന്നാണ് പ്രകൃതി കോളേജ് ഗവേഷക സംഘത്തിന്റെ പഠനം വ്യക്തമാക്കുന്നത്. സംസ്ഥാനങ്ങളിൽ ഗുജറാത്തിൽ 18%, മഹാരാഷ്ട്രയിൽ 16%, കർണാടകയിൽ 14% ഉൽപാദന ഇടിവാണ് പ്രവചിക്കുന്നത്. കേരളത്തിൽ ജൂൺ 1 മുതൽ ഇതുവരെ ശരാശരി 33% മഴയുടെ കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വയനാട്ടിൽ 61%, ഇടുക്കിയിൽ 57%, പാലക്കാട് 33% മഴ കുറഞ്ഞു. ഇത് കാർഷിക മേഖലയെ ഗുരുതരമായി ബാധിക്കുമെന്ന് കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഗോപകുമാർ ചോലയിൽ വ്യക്തമാക്കുന്നു. ഇടുക്കിയിൽ മഴ കുറഞ്ഞത് ഏലം ഉൽപാദനത്തെ ബാധിക്കും. പൂവിടൽ വൈകുവാനും കീടബാധയ്ക്കും സാധ്യതയുണ്ട്. കുരുമുളക് ചെടികളിൽ ദുരിതവാട്ട രോഗം പടരുവാൻ എൽ നിനോ കാരണമാകും. രണ്ടാം വിള ഇറക്കുന്ന സമയത്ത് പാടശേഖരങ്ങളിൽ ആവശ്യത്തിന് വെള്ളമില്ലാത്ത അവസ്ഥ സംജാതമാകും. കഠിനമായ വേനലും ഇടവിട്ടുള്ള മഴയും റബ്ബർ മരങ്ങളിൽ ഫംഗസ് ബാധയ്ക്ക് കാരണമാകും. നിലവിൽ ഇന്ത്യയിൽ 6 ലക്ഷം ടണ്ണിന്റെ റബ്ബർ ഉൽപാദന കുറവുണ്ട്. എൽ നിനോ മൂലം ഇതിനിയും വർദ്ധിക്കുന്നത് ആഗോള റബ്ബർ ക്ഷാമത്തിലേക്ക് നയിച്ചേക്കാം.